സി ജോസഫ് വിജയ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അരനൂറ്റാണ്ടുകാലം നിലനിന്ന ഒരു രാഷ്ട്രീയ ചരിത്രം വഴിമാറുന്നു. തമിഴ് സിനിമയിലെ സൂപ്പർ താരം ജോസഫ് വിജയ് ചന്ദ്രശേഖർ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെ തമിഴ്നാട് നിയമസഭയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. 1977 MGR കുറിച്ച റെക്കോർഡിന് ശേഷം ഇതാദ്യമായാണ് ഒരു സിനിമ താരം സ്വന്തം പാർട്ടി രൂപീകരിച്ച് തമിഴ് മണ്ണിൽ ഇത്രയും വലിയ മുന്നേറ്റം നടത്തുന്നത്. ൽ DMK വിട്ട് AIADMK രൂപീകരിച്ച MGR 1977 നടന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി മുഖ്യമന്ത്രിയായി. അതിനുശേഷം തമിഴ്നാട്ടിൽ ശിവാജി ഗണേശൻ മുതൽ വിജയകാന്തും കമൽഹാസനും വരെ സ്വന്തം പാർട്ടികളുമായി രംഗത്തെത്തിയെങ്കിലും MGRനെ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് നടത്താനോ മുഖ്യമന്ത്രി കസേരയിലെത്താനോ ആർക്കും സാധിച്ചില്ല. ഈ കാത്തിരിപ്പിനാണ് വിജയ് ഇപ്പോൾ അന്ത്യം കുറിക്കാൻ ഒരുങ്ങുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വൻമരങ്ങളായ DMK, AIADMK എന്നീ പാർട്ടികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് വിജയുടെ തമിഴക വെട്രി കഴകം മുന്നേറ്റം നടത്തിയത്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണ്ടയിടത്ത് വിജയ് ഒറ്റയ്ക്ക് ഭരണത്തിലെത്തുമോ അതോ മറ്റ് കക്ഷികളുടെ പിന്തുണ തേടുമോ എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. സിനിമയിലെ ജനപ്രീതിക്ക് പുറമെ താഴെത്തട്ടിലുള്ള കൃത്യമായ സംഘടന പ്രവർത്തനവും സോഷ്യൽ എഞ്ചിനീയറിംഗും വിജയെ തുണച്ചു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി അഴിമതിയില്ലാത്ത ഭരണവും സാമൂഹിക നീതിയും ഉറപ്പു നൽകുന്ന വിജയുടെ നിലപാടുകൾ പുതുതലമുറ വോട്ടർമാരെ ആകർഷിച്ചു എന്ന് വേണം കരുതാൻ. 2020 തുടക്കം മുതൽ സിനിമയിലൂടെയും പൊതുപരിപാടികളിലൂടെയും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വിജയ് വെളിപ്പെടുത്താൻ ആരംഭിച്ചിരുന്നു. തന്റെ പ്രേക്ഷകരിൽ നിന്നും ഫാൻസിൽ നിന്നുമുള്ള ഫീഡ്ബാക്കുകൾക്കായി കാതോർക്കാനും അദ്ദേഹം മടിച്ചില്ല. എല്ലാത്തിനുമുപരി തമിഴിലെ മറ്റ് സൂപ്പർ സ്റ്റാറുകളെ അപേക്ഷിച്ച് പ്രായഭേദമന്യേ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച നടനാണ് വിജയ് എന്ന് നിസ്സംശയം പറയാനാകും. തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം പ്രഖ്യാപിക്കുമ്പോൾ രജനീകാന്തിന്റെ പ്രായം 70ഉം കമലിന്റെ പ്രായം 65ഉമാണ്. എന്നാൽ ഇരുവരെയും അപേക്ഷിച്ച് അല്പം നേരത്തെ രാഷ്ട്രീയ ഗോതയിലേക്കിറങ്ങിയ വിജയ്ക്ക് ജെൻസി വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. 2 കോടിയിലേറെ ജെൻസി വോട്ടർമാർ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ തന്നെ അവകാശവാദം. 40 വയസ്സു പ്രായമുള്ളവരും നിർണായക സംഭാവനകൾ നൽകിയതായാണ് പ്രാഥമിക വിവരം. അഥവാ വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റമെന്നത് കേവലം സിനിമയുടെ താരപരിവേഷം വിറ്റുകൊണ്ട് സ്ഥാനം പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നില്ലെന്ന് ചുരുക്കം. DMKയോടോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടോയുള്ള വിരോധം കാരണമായിരുന്നില്ലെന്ന് വ്യക്തം. അതെ, ഇന്നത്തെ വിജയുടെ പ്രകടനമെന്നത് വെറുമൊരു തിരക്കഥയല്ല, മറിച്ച് ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രമാണ്. ദശകങ്ങളോളം തമിഴ് രാഷ്ട്രീയത്തെ ഭരിച്ച ദ്രാവിഡ കക്ഷികൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് വിജയ് ഉയർത്തിയിരിക്കുന്നത്.